പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മളിന്ന് ഇവിടുത്തെ വാർഡനെ കാണാൻ പോകുന്ന മാത്രമല്ല അടിച്ച് തീർക്കാനും നമ്മൾ ശ്രമിക്കുന്നതാണ്. പരമാവധി അതിനുള്ള ട്രിക്കൊക്കെ ഇറങ്ങിയിരുന്നിട്ടാണ് നമ്മൾ വരുന്നതെന്ന് നമുക്കറിയില്ല ഇവനെങ്ങനെ തീർക്കാന്ന്. പിന്നെ ഞാൻ ഇതിൽ നെതർ പോർട്ടൽ, റോയിങ് പോർട്ടൽ മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. എനിക്ക് ഈ വില്ലേജിൽ ഒരു റോയിങ് പോർട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റോയിങ് പോർട്ടലിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നിടാൻ വേണ്ടി വീഡിയോ, ഇന്ന് ലീവുള്ള ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ അവധി ആയതുകൊണ്ട് ഇന്നലെ രാത്രി കുത്തിയിരുന്ന് റെക്കോർഡ് ചെയ്തു. 1 മണിക്കൂറിൻ്റെ റോയിങ് പോർട്ടലും പിന്നെ മറ്റേ വാർഡൻ്റെ എല്ലാത്തിനും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത് കഴിയാറായപ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫായി. ഓണാക്കി നോക്കുമ്പോൾ റെക്കോർഡ് സേവ് ആയിട്ടില്ല, ഗെയിം സേവ് ആവുകയും ചെയ്തു. ഗെയിം സേവ് ആക്കാണ്ട് വെക്കുവാണെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നു, പക്ഷേ അതൊരു സേവ് ആവുകയും ചെയ്തു. നമ്മൾ ഈ പോർട്ടൽ വർക്കാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പിങ്ക് വീട്ടിലേക്ക് പോയി ഇതിൻ്റെ ഒരു കട്ട എടുത്തിട്ട് വരും. പിന്നെ നമുക്ക് കിട്ടിയ ഡയമണ്ട് ഇല്ലേ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമുക്ക് ഡയമണ്ട് കിട്ടിയായിരുന്നു. ആ ഡയമണ്ട് വെച്ച് അവിടെ ലാവാപ്പൂൾ ഉണ്ടായിരുന്നു, ലാവാപ്പൂളിൽ നിന്നത് ആക്കി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നത്. അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡെല്ലാം ഫസ്റ്റും സെക്കൻഡ് എപ്പിസോഡെല്ലാം കണ്ടവർക്കറിയാം, എൻ്റെ വീട്ടിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പോർട്ടലിൽ നിന്ന് പോയപ്പോൾ നമ്മളൊരു കുഴീൻ്റെ അടുത്ത് അവിടെ ഒരു സ്ഥലത്ത് സ്പോണായി. അവിടെ നല്ലൊരു സ്ഥലമല്ലായിരുന്നു. അവിടെ നമ്മളെ തല്ലിക്കൊന്ന്, അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഫുൾ ആർമറൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടുന്നും പോയപ്പം ആ പോർട്ടലിൽ തന്നെ എത്തിയേ. എന്നിട്ട് ഞാൻ ആ റെക്കോർഡ് ചെയ്തതിൽ ഞാൻ പറയുകയാണ്, ആ ഡിലീറ്റ് റെക്കോർഡ് ആയില്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും അത് റെക്കോർഡ് പൊളിച്ച കാണാനൊന്നും പറ്റില്ലല്ലോ, അത് റോയിങ് പോർട്ടലല്ലേ, എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ ഞാൻ ഒരു സാധനം എടുക്കാണ്ട് പോയി. എന്നിട്ട് ഞാൻ ആ റോയിങ് പോർട്ടലിൻ്റെ ഉള്ളിന്ന് ഞാൻ ഇവിടുന്ന് ടെലിപ്പോർട്ടായി അങ്ങോട്ട് പോയിട്ട് ഞാൻ ആ റോയിങ് പോർട്ടൽ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ അവിടുന്ന് അങ്ങ് പൊട്ടി. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ആ റോയിങ് പോർട്ടലിൽ നിന്ന് വീണ്ടും കയറി നോക്കിയപ്പോൾ വേറെ സ്ഥലത്തേക്ക് എത്തിയേ. അത് റോയിങ് പോർട്ടൽ പഴയത് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ, ഉള്ളിലുള്ള പഴയത് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അതങ്ങ് ഡീആക്ടിവേറ്റ് ആയി, പുതിയത് ഓപ്പണായി. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ വേറെ സ്ഥലത്താണ് സ്പോൺ ആവുക. ഇത് ഞാനൊന്ന് ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ ആ പോർട്ടലിലേക്ക് ഒന്നുകൂടി പോയി കാണിച്ചു തരാം. പിന്നെ ആ എപ്പിസോഡിൽ തന്നെ നമുക്ക് കുറച്ച് പെറ്റ്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്വിച്ച് ഓഫ് ആയപ്പോൾ റെക്കോർഡ് ഗാലറിയിലേക്ക് വന്നുമില്ല, സേവ് ആവില്ല. നമുക്ക് കുറച്ച് പെറ്റ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്മ പെറ്റ്, ഇതാണ് അച്ഛൻ പെറ്റ്, ഇതാണ് ഒരു കുട്ടിപ്പെറ്റ്. ഉമ്മാരാണ് നമ്മുടെ പെറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയാണ് 2 പട്ടീനെയും. നമുക്ക് ബോണ് കൊടുത്ത് ഉമ്മാരെ ഫ്രണ്ടാക്കിയിട്ട് 2ആൾക്കും ഫുഡ് കൊടുത്തപ്പോഴത്തേനും ഈ കുട്ടിപ്പട്ടി ഉണ്ടായി. ഇവന്മാർക്ക് എന്ത് പേരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മുടെ ഡോഗീസാണ്, നമ്മുടെ പട്ടിക്കുട്ടികളാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ പെറ്റ്. പിന്നെ നമ്മുടെ കുതിര ഉണ്ടായിരുന്നു. അതിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു റെക്കോർഡ് ചെയ്യാത്ത എപ്പിസോഡിൽ മഞ്ഞ് സിറ്റി കയറിയപ്പോൾ മഞ്ഞിൻ്റെ അടിയിൽ കൊണ്ടുപോയി ചത്തുപോയി. നൈറ്റ് ആയിട്ടില്ല, മഴയുമാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാണ്ട. നമ്മുടെ വീട്ടിൽ പോയി എടുത്തതാണ് ഈ ഗോൾഡിൻ്റെ തലയിൽ വെക്കുന്ന സാധനം. പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന 7 ഡയമണ്ട് വെച്ച് നമ്മൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. പിക്കാക്സ് അതും കളഞ്ഞോ ഗായ്സ്? ഒരു ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ടായിരുന്നു ഗായ്സ് ഇതിനകത്ത്. ഇതൊക്കെ എവിടെ പോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പഴയ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു, ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് അതും കാണാനില്ല. ഇതിൽ എവിടെ പോകുന്നതാണോ സഞ്ചിക്കാത്തൂല്ല. എൻ്റെ ഡയമണ്ട് ആക്സ് എപ്പോൾ നോക്കിയാലും കാണുന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ പറഞ്ഞ ആ പോർട്ടൽ ഞാൻ ഉള്ളിൽ കയറി പൊട്ടിച്ചിട്ട് നമ്മൾ ചത്തു അവിടെ നിന്ന്. അപ്പോൾ ആ പോർട്ടൽ ഡീആക്ടിവേറ്റ് ആയി ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും ആ പോർട്ടൽ കയറി നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ആ പോർട്ടലിന് വേറെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോർട്ടൽ വഴി പോവുകയും ചെയ്യും, പിന്നെ വാർഡനെ കാണാനും പോകുന്നതാണ്. അത് ഞാൻ ഫസ്റ്റ് അത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ സ്കൂൾ ലീവായതുകൊണ്ട് നിങ്ങളെല്ലാവരും
എന്തായാലും വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ഫുഡ് എടുക്കാം, അവിടെ എത്തൂല. ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ട് ഒരു സീനുമില്ല, കുറച്ച് ദൂരമുള്ളൂ. എൻ്റെ ഒരു പേടി ഇവന്മാരെയും കൊണ്ട് പോയാൽ ഇവന്മാരും ആ മഞ്ഞ സിറ്റിയിൽ വീണ് പെടുവോ എന്നാണ്. പെടുവല്ല, ഇവന്മാർക്ക് ടി പി ചെയ്യാനുള്ള കഴിവുണ്ട്. ടി പി എന്ന് വെച്ചാൽ നമ്മളെ അടുത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. കണ്ടോ, ഇപ്പോൾ പട്ടിക്കുട്ടന്മാർ ഇവിടെ ഇല്ല, മേളിലാണ്. ചാടി ഹെൽത്ത് പോവോ പട്ടീൻ്റെ? എങ്ങനെ കണ്ടോ ടി പി ചെയ്താണ്ടോ? അവർ ടി പി ചെയ്യും. നമ്മുടെ 3 പട്ടി വലുതായിരിക്കുന്നു. ഫുഡ് കൊടുക്കാൻ പറ്റുമോ? ഇവന്മാർ ഇത് തിന്നുമോ? ഇല്ലല്ലേ. ഇനി തോന്നുന്നു നമുക്ക് ഇവന്മാർ ഇവിടെ സിറ്റാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ സിറ്റാക്കട്ടെ. സിറ്റ് കം. അവന്മാർ വെള്ളത്തിലാണ്, വെള്ളത്തിൽ നിന്ന് ടി പി ആക്കണം. അവന്മാർ കുറച്ച് ദൂരം വരണം, അവന്മാർ ടി പി ആക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോകുക. നമ്മുടെ അടുത്തേക്ക് ഇറങ്ങുന്നു. ശരി ഓക്കെ, അവന്മാർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവനിപ്പോൾ വെള്ളത്തിൽ വീഴുന്നവരാണല്ലോ. അവിടെ നീരി. ഓക്കെ, അവന്മാരെ 3 ഒരുമിച്ചിരുത്തിയിട്ടുണ്ട്. അയ്യോ, പറയാണ്ടടിച്ചു പോയതാണ്. ഞാൻ വന്നിട്ട് ഫുഡ് തരാം. കുറച്ച് അത്യാവശ്യം കൊണ്ടിരിക്കാവുണ്ട. ഞാൻ എന്തായാലും എൻ്റെ പഴയ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളെന്തായാലും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടോ. നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വില്ലേജിലേക്ക് പോയത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വ്യക്തമായിട്ട്. ഇതിനു മുമ്പേ നമ്മുടെ ഈ എപ്പിസോഡിന് ഭാഗ്യമുണ്ടോ നോക്കാം. ഈ മുട്ട വിരിഞ്ഞാൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ സബ് ചെയ്തിട്ടില്ല. സബ് ചെയ്തവരെന്തായാലും സബ് ചെയ്യുക. മുട്ട വിരിഞ്ഞിട്ടില്ല, നിങ്ങൾ സബ് ചെയ്തിട്ടില്ല. അമ്മ ഒന്ന് മിണ്ടാണ്ട് മെല്ലെ പറയോ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ ആദ്യം സ്പോണായ സ്ഥലത്തല്ല സ്പോണായ. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ബയോമിലല്ല സ്പോണായ, സാധാ ബയോമിലായിരുന്നു സ്പോണായ. കണ്ടോ, ഞാൻ അവിടുന്ന് ടെലിപ്പോർട്ടായിട്ട് ഈ ഉള്ളിലുള്ള ഇതങ്ങ് പൊട്ടിച്ചളഞ്ഞു. ഈ കല്ലങ്ങ് പൊട്ടിച്ചളഞ്ഞപ്പോൾ അത് ഡീആക്ടിവേറ്റ് ആയി. എന്നിട്ട് പുതിയത് ആക്റ്റീവ് ആയപ്പോൾ നമ്മൾ പുതിയതിലേക്ക് എത്തിയ. കണ്ടോ, പുതിയൊരു വേൾഡിലേക്ക്. കണ്ടോ ഗൈസ്, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ മാരൊന്നും ചെയ്യില്ല എന്നൊന്നും കണ്ട. മാര് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ഗോൾഡ് ഇട്ടിട്ടില്ല. അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അതിരിക്കണം. അങ്ങോട്ട് വരും. നമ്മൾ ഗോൾഡിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ അവന്മാർ തീർക്കും. ഗൈസ്, നമ്മൾ സ്പോണായ നമ്മുടെ വീട്ടിലേക്കാ, വില്ലേജിലേക്കാ. അതെന്തായാലും ലക്കായി ഗൈസ്. നമ്മൾ അവിടുന്ന് ഇവിടം വരെ നടന്നു വരേണ്ട വന്നില്ല. നമുക്ക് വീട്ടിലുള്ള അവിടുന്ന് കയറിയ ഇങ്ങോട്ട് സ്പോണാണ്. അതെന്തായാലും നല്ലൊരു ടെലിപ്പോർട്ടാണ്. നമുക്ക് ഇവിടം വരെ നടക്കുന്നതിൻ്റെ ദൂരം അമ്മ തെന്നിച്ച് നടക്കുന്നൊന്ന് കുറയ്ക്കുമോ. നമുക്ക് അവിടുന്ന് ഇവിടം വരെ നടക്കുന്നതിന് ദൂരം കുറഞ്ഞ് കിട്ടും. നമ്മൾ അവിടെ എത്തിയാൽ നമ്മൾ ടെലിപ്പോർട്ടിൽ കയറുക, നെതറിലേക്ക് പോവുക, നെതറിന്ന് നമ്മൾ വീണ്ടും ആ ടെലിപ്പോർട്ടിൽ കയറുക, നമ്മൾ വില്ലേജിലേക്ക് കയറുക. ഏതാല്ലേ, ഞാൻ എന്തായാലും ഇവിടുത്തെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ആ പന്നികളുണ്ടാവും. എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അവന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോയിണ്ടാവുമെന്ന് അറിയില്ല, തിരിച്ച് പോയിന്ന് തോന്നുന്നു. അവന്മാരിവിടെ കാണാനില്ല. അല്ല, ഇത്ര വേഗം അവന്മാർ അധികം ദൂരമൊന്നും പോകില്ല. ഇതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ്. അവന്മാർ തിരിച്ചു വേണ്ട. കണ്ട ഗൈസ്, നമ്മൾ വേറൊരു വേൾഡിലാണ് സ്പോണായത്. നമ്മളെന്തായാലും ആ വേൾഡിൽ നല്ലൊരു ഐറ്റംസ് ഗാദർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അടക്കമ്മേൻ്റെ പാട്ട് കേൾക്കുക, അതൊക്കെ റെക്കോർഡാവുന്നേ. നമ്മൾ അവിടെ ഒന്നുകൂടി അവിടെ പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം.
ഗോൾഡ് ഇട്ടിട്ട് പോകണോ? ഗോൾഡ് ഇട്ടിട്ട് പോയാലായിരിക്കും സേഫ്. അല്ലെ ഗോൾഡിൻ്റെ ഒരു ഇതെടുത്തിട്ട് പോയാൽ മതി അല്ലേ. ഇവിടെ ഉണ്ട് ഗോൾഡിൻ്റെ ആവശ്യമില്ലാത്തൊരു സാധനം. ഇതുണ്ടോ? ഓ ഗൈസ്, നമ്മൾ ഇവിടെ ആയിരുന്നു ഗൈസ് ഡയമണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ പേടിച്ച് നമ്മൾ ഡയമണ്ട് ആക്സ് പോയാൽ വീണ്ടും പെടുന്നില്ല. നമ്മളെന്തായാലും മണ്ണ് എന്തൊരു ശബ്ദം കേട്ട് നിങ്ങൾ കേട്ടായിരുന്നു? ഞാൻ കേട്ടില്ല. അല്ല ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടില്ല. ന്യൂമാരടിക്കുമോ? കണ്ടോ, എന്തെങ്കിലും സ്വർണത്തിൻ്റെ നമ്മുടെ കയ്യിലുണ്ട് ന്യൂമാര. പക്ഷെ ചിലവന്മാരടിക്കില്ലേ. എത്തി വെറുതെ എന്തിനാ ഈ സ്വർണത്തിൻ്റെ ഇത് കളയുന്നല്ലേ. അവന്മാർ ടെലിപ്പോർട്ടായിപ്പോയി. നമ്മളവിടെ എത്തുന്നു, അവന്മാർ നമ്മളെ തട്ടുന്നു, തീർന്നു. അവിടെ നമ്മളെ തട്ടി. ആ സ്വർണത്തിൻ്റെ അത് അവനെടുത്ത് അവനെന്നെ തീർക്കും ഞാൻ. കേസ് എന്താണ് കേസ്, നമ്മൾ എവിടെ സ്പോണായാലും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ. അതിൻ്റെ തക്കറ കുടം നമ്മളെവിടെ സ്പോണായാലും ഇത് തന്നെ. നമ്മളെന്തായാലും അവനെയും തീർത്ത് നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് വാർഡനെ കാണാൻ പോകുന്നതായിരുന്നു. ലാഗടിപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ലാഗടിപ്പിക്കുന്നില്ല. നമ്മളെന്തായാലും അവനെ തീർത്തിട്ട് ഞാൻ വരാം. എനിക്ക് തോന്നുന്നത് അവന്മാർ വീണ്ടും ഇവിടുന്ന് തിരിച്ച് ടെലിപ്പോർട്ടാവാനുള്ള കഴിവ് അവന്മാർക്ക് ഉണ്ടില്ല. ഇതേ നമ്മളെ തീർത്താ സുഖമാണോടാ. എന്താ നമ്മുടെ രണ്ടേതും കൈ പിടിച്ചിട്ട് നിൽക്കുക. അയ്യോ പ്ലസ് വട്ടം വെച്ചോണ്ട് ഭയങ്കര കഷ്ടം. അടിയൊന്നും കൊള്ളുന്നില്ല. എന്തായാലും രാവിലെ ആയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കും. അതായത് നമ്മൾ രാവിലെ ആയിട്ട് അവനെ പോയിട്ട് എന്തിനാണ് അവനെ അങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ഷീൽഡ് അവിടെയുള്ള വാഴനെ കാണാൻ വേണമെങ്കിൽ മിനിമം ഷീൽഡെങ്കിലും വേണ്ടേ. അതായത് നമ്മൾ അവിടെ പോയിട്ട് അവനെയും കൊന്ന് ഷീൽഡ് എടുത്തിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നമ്മളെന്തായാലും അങ്ങനെ തീർന്നുണ്ട്. അവൻ്റെ ഗോൾഡിൻ്റെ കത്തിയിട്ടുണ്ട്. എന്തിന് നമ്മളടുത്ത് ഇവിടെ എൻചാൻറ്റ് ചെയ്ത ഗോൾഡിൻ്റെ കത്തിൻ്റെ ആയിട്ട് എടുക്കുന്നില്ല. പിന്നെയാണ് അവൻ്റെ ഹെൽത്ത് ഫുൾ കുറഞ്ഞ ഗോൾഡിൻ്റെ കത്തി. നമുക്ക് അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. നമ്മളെന്തായാലും നമ്മുടെ വാർഡൻ്റെ അടുത്തേക്ക് പോകുകയാണ്. വാർഡൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് വെള്ളം അത് ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴ്ത്ത് ഇറങ്ങണമെങ്കിൽ വേണം. വേറെ എന്തെങ്കിലും എടുക്കണ്ടോ ഇതിനകത്തില്ല. അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഐറ്റംസ് ഗ്യാദർ ചെയ്യണം. എന്താണെന്നൊക്കെ വെച്ചാൽ നമുക്ക് അവനെ അടിക്കാനുള്ള ഇത് ചിലപ്പോൾ ആവശ്യം വരും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എന്തെങ്കിലും കുഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെക്കാരെന്തെങ്കിലും കുഴിച്ചെടുക്കാൻ പറ്റും കല്ലൊക്കെ. പിന്നെ വേറെ എന്താ ഇവിടെ ആവശ്യം വരുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ കല്ല് എടുക്കണം. കല്ല് 4 എണ്ണമുള്ളൂ. ഈ കല്ല് വെച്ചും പറ്റും തോന്നുന്നു. അതിൽ കയ്യിൽ വെച്ച് കുറച്ച് ആക്സ് ഉണ്ടാക്കട്ടെ. അവനെ അടിക്കണം നമുക്ക്. അതിനകത്തും കുറച്ച് വുഡുണ്ട്. പിന്നെ വരുന്ന വഴി കുറച്ച് വുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടോ? ഈ കല്ല് വെച്ച് ആക്സ് ഉണ്ടാക്കാം. അല്ല, ആക്സ് ആണ് നമുക്ക് 2 മതിയാവും. എന്തായാലും നമ്മൾ അവനെ തൊടാൻ കൂടി പറ്റില്ല. ഒരു തൊടാനേ പറ്റുള്ളൂ. അവന് എത്രയാ നല്ല രീതിക്ക് ഹെൽത്ത് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവൻ നല്ല രീതിക്ക് ഹെൽത്ത് ഉണ്ട്. ഹെൽത്ത് എന്ന് വെച്ചാൽ മുന്തിരിക്കുന്ന സാധനം ഹെൽത്ത്. എന്തായാലും 10-20 അടി അടിച്ച് എത്ര വലിയ ആക്സ് ആയാലും അല്ല എത്ര വലിയ എൻചാൻറ്റ് ചെയ്താണെങ്കിലും മിനിമം 6 അടിയെങ്കിലും അടിക്കണം. ഇല്ലേ നമ്മൾ ഇതേപോലത്തെ വുഡിൻ്റെ ആണെങ്കിലും മിനിമം 20 അടിയെങ്കിലും അടിച്ചാലും അവൻ ചാവും. പിന്നെ ഫുഡ്. അതുകൊണ്ട് നമ്മൾ വാർഡനെ എങ്ങനെ തീർക്കാമെന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാൻ എന്തായാലും ഗൂഗിളിൻ്റെ അടുത്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാർഡനെ എങ്ങനെ തീർക്കാമെന്ന് നോക്കണം. ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെന്തായാലും ഒരു പട്ടീനെ കൊണ്ടുപോകണം. നമുക്ക് എങ്ങനെ സപ്പോർട്ടായാലോ വേണ്ട, ആ പട്ടി എന്തായാലും ചാവും. നമ്മൾ നേരെ അടിയിലേക്ക് എടുത്ത് ചാടുക ചെയ്യുന്നത്. വെള്ളം ഞാൻ എടുത്ത് വെച്ചത് വെച്ച് വെള്ളം ആവശ്യമാണ് ഗൈസ്. ഇതെന്നാ ഞാൻ
ലാഗ് അടിപ്പിക്കുന്നു നിങ്ങൾ വല്ലാണ്ട്. അപ്പോൾ ആക്സ് എടുത്ത് വെച്ചങ്ങോട്ട്. ഇതെന്നാ കാണിക്കുന്നത്? ടോർച്ച് വേണം അധികം. ടോർച്ച് അത്യാവശ്യം അവിടെ എന്തെങ്കിലും ഡീപ് ഡാർക്കാവും, ഒരു കിണ്ടിയും കാണില്ല. എന്തായാലും അവിടെ എത്തുന്നതാണ് കുറച്ച് പാട്. അല്ല അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങോട്ട്. പോലെ വീട്ടിലേക്ക് വീണ നമ്മളിങ്ങ് പോവുക. നമുക്ക് ഫസ്റ്റ് ഇരിക്കണം, ഇരുന്നിട്ട് പോകണം. അവിടെ ഒയ്യോ ടിക്കറ്റ് ആവില്ല. വെള്ളത്തിൽ കൂടെ പോകാൻ പറഞ്ഞപ്പോൾ ഇവനെന്താ കാണിക്കുന്നത്? നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഫുള്ളി ഇരുട്ടാണ്. മെല്ലെ ഒരു ടോർച്ച് വെച്ച് കാണിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആടെ സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പകുതിയും സൈലൻ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സോംബി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സോംബി ഒന്ന് ഉണ്ടാക്കാൻ വന്നേക്കുന്നു. കാള സോംബി. അവൻ അത്ര മേടന്ന് ചാടിയിട്ട് അവൻ്റെ അടുത്ത് പോയില്ലേ? നമ്മളുടെ ഗ്ലിച്ച് ഉപയോഗിച്ച് വന്നവൻ. അയ്യോ, ടോർച്ചും വെക്കാൻ പാടില്ല അവിടെ. ഞാൻ എന്തായാലും മെല്ലെ സൈലൻ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ആ സ്പോണറിൻ്റെ അടുത്തൊന്നും എത്തട്ടെ. ഇവിടെ ഒന്നും ആ ശബ്ദം ഉണ്ടാവില്ല. ഒരു ഹൊറർ ഫീൽ വരുന്നത്. എന്നുള്ള ശബ്ദം അതിൻ്റെ അടുത്തൊന്നും എത്തട്ടെ. അതെവിടെയാണ് എനിക്ക് ക്ലിയറായി കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ഡീപ്പ് ഡാർക്കാണ്. ആ സ്ഥലം അതിൻ്റെ അടുത്ത് സോംബി ഒരു അടിയിട്ട് നമ്മൾ ചത്തു. ശിവന്മാരൊക്കെ ഇത് എവിടുന്നാ കഴിച്ച് വരുന്നത്? അത് അവിടെ ഉണ്ട്. മിക്കവാറും ഇപ്പോഴത്തെ വാർഡൻ ഇവിടെ സ്പോണാവുന്നതായിരിക്കും കേസ്. അതിൻ്റെ ഇടയ്ക്ക് 2 വട്ടം സോംബി. ഞാൻ വിചാരിച്ചു തീർന്നു, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാണ്ട് തീർന്നു. ഇതാണ് വാർഡൻ്റെ സ്പോണർ. വാർഡൻ സ്പോണായ കേസ് ഇല്ലേ? അയ്യേ, പൊട്ടിച്ചോക്കാം. അയ്യോ, പൊട്ടിച്ച ശബ്ദം കേൾക്കൂല. നിങ്ങൾക്ക് വേണ്ടിയാ സൈലൻ്റ് ആയിരുന്നു. എന്തായാലും വാടന നമ്മൾ 2-3 അടി അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ വാടനെ ഇവിടുത്തെ വാടനെ കണ്ടിട്ടുണ്ട്. പിന്നെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഞാൻ എന്തായാലും വാർഡിനെ തീർക്കുന്നത് അടുത്ത എപ്പിസോഡിൽ തന്നെ വരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ ഒരു 2-3 എപ്പിസോഡ് കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ, ഐഡിയ കിട്ടുകയാണെങ്കിൽ ഞാൻ വേഗം തന്നെ ഇടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്തില്ല. ഇതിനകത്ത് വാർഡനെ കാണിച്ചു. പിന്നെ നെറ്റ് പോർട്ടൽ വഴി പോയിട്ട് എൻഡിലേക്ക് പോയി. നെതർ പോർട്ടൽ വഴി നെതറിലേക്ക് പോയി. എനിക്ക് നെതർ മാറിപ്പോവും. പിന്നെ നമ്മൾ 19 മിനിറ്റിൻ്റെ വീഡിയോ റെക്കോർഡാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ലെങ്ത്ത് വീഡിയോ വേണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡൻ ആർമറും എല്ലാം ഇട്ടിട്ട് നമ്മൾ നെതറിലേക്ക് അങ്ങ് പോകാൻ പോവാണ്. വാർഡിൻ്റെ അടുത്ത് പോയാൽ സ്പോട്ട് ഡെഡാ. അതെന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ വാർഡനാ, ആള് പവർഫുള്ളാ, കിടുവാവൻ. അമ്മ ഒന്ന് മിണ്ടാണ്ടിക്കും, അമ്മയ്ക്ക് ഇപ്പം തന്നെ കാണണ. വാർഡൻ ആകെ സീയ. അതുകൊണ്ട് നമ്മുടെ ഗോൾഡൻ ആർമർ വന്നിട്ടണം മതിയാവും. ഡയമണ്ട് അല്ല, അയൺ ആക്സ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് കല്ല് വേണ്ട വരും. കല്ലെടുക്കുന്നുണ്ട്. ഇത്ര സാധനങ്ങൾ മതിയാവും തോന്നുന്നു. ഫുഡ് നമ്മളെല്ലാം അവിടെ കൊണ്ട് തൊലച്ച്.
ഇനി ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഫുഡ് ഉണ്ടാക്കണം ഗൈസ്. എന്തായാലും 2-3 ആക്സ് ഉണ്ടാക്കട്ടെ. 2-3 ആക്സ് വേണ്ട വരില്ല. അവന്മാരാണ് ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. എന്തായാലും ഞാൻ എന്തായാലും മേളിലെത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു വട്ടം പോയി ചത്താലും നമ്മളുടെ അടുത്ത് ഗോൾഡ് ഉണ്ടാക്കാനുള്ള ആർമർ ഉണ്ടാക്കാനുള്ള സാധനം മേളിലുണ്ട്. ഗോൾഡിൻ്റെ കട്ട. അതിൽ എത്ര ഗോൾഡ് കിട്ടുന്നത് കറക്റ്റ് അറിയില്ല. നമ്മളിവിടുന്ന് ഒരു അയൺ എടുക്കുന്നു, ഇതെടുക്കുന്നു, സ്റ്റിക്ക് ഇങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വേഗം ഉണ്ടാക്കിയിട്ടൊരു ഷീൽഡ് ഉണ്ടാക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ 1 ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുകയാണ്. ഷീൽഡ് ഇതിനകത്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയാണ് ഇവിടെ വെച്ചിട്ട് ആവശ്യം വരുന്നതാണ്. പിന്നെ നമ്മളെ ഗോൾഡിൻ്റെ തൊപ്പിയെടുത്ത് വെക്കുവാണ്. എന്തെങ്കിലും സീൻ വരുമോ എനിക്ക് തോന്നുന്നു. ഒരാക്സിഡൻറ്റ് വേണ്ട വരും. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവന്മാരടിച്ചില്ലെങ്കിലും നമ്മളടിക്കാൻ കുറച്ച് പന്നികളുണ്ട്. വേറെ പന്നികൾ, ഇവിടെയുള്ള ചെറിയ പന്നികളല്ലേ, അതുപോലത്തെ അവിടുത്തെ വലിയ പന്നി. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫുഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച്. ഗൈസ്, നമ്മളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര സാധനമൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മുടെ ഹെൽത്ത് തന്നെ വീണ്ടും അവിടെയാണ്. നല്ല സ്ഥലം നമ്മൾ ഓൾറെഡി വന്നതാണ്. അവരൊന്നും ചെയ്യാണ്ടിരിക്കണേ. ഫസ്റ്റ് ഇവന്മാരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കണം. അവിടെ അമ്പുള്ളവന്മാരുണ്ട്, അങ്ങോട്ട് പോകുന്നത് സേഫല്ല. ചത്താലും പ്രശ്നമല്ല, ഒരു ഷീൽഡല്ല, പൊക്കോട്ടെ. ഇവന്മാരെന്തെങ്കിലും ചെയ്യണം. ഹലോ, ഞാൻ അവിടെ ഉണ്ട്, വന്നായിരുന്നു. ഹലോ, ഞാൻ വിചാരിച്ചു എന്നെ അടിക്കാൻ വരുന്നതാണ്. അയ്യോ, അവിടെ അമ്പുള്ളവന്മാരുണ്ട്. അവന്മാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവന്മാർ അതാ അമ്പുള്ളവൻ ചെറുങ്ങനെ ആക്റ്റീവായി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലേ പോയിട്ട് വരില്ല. ഇവിടെ ഫുള്ള് പ്രശ്നം. ഇതിലേ പോവാം. ഇവിടെ അടച്ചു വെക്കാം, കയ്യിലൊന്നും വരില്ല. സാധനം അടച്ചത്. ഇതിലാണ് പോകാൻ. ഇവിടെ കുറച്ച് റിസ്ക്കാണ്. ഓക്കെ, അലാവ കുറച്ച് സീന്. നമ്മളെ കുറച്ച് ആക്സ് വേണം. ആക്സ് അല്ല, പിക്കാക്സ്. നമ്മുടെ ഡയമണ്ട് അല്ല, പക്ഷേ അയണിൻ്റെ പിക്കാക്സ് പൊട്ടി. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇത്ര വേഗം പൊട്ടിയോ? പൊട്ടിയില്ല, പൊട്ടാറായി. പകുതി കാലത്ത് പോയി. നമ്മൾ കുറച്ചുകൂടി മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ പൊട്ടിയാണ്. അത്ര വേഗം പൊട്ടുന്ന ഡയമണ്ട് അല്ല, എന്നാലും സ്റ്റിക്ക് നമ്മുടെ അടുത്ത് തന്നെ. പിന്നെ നമ്മൾ കുറച്ച് പ്രിപ്പയർഡല്ലേ. 2 ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിന് ആവശ്യം വരും. ചിലപ്പോൾ അങ്ങനെ വുഡ് തീരുമ്പോൾ ജസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ വുഡ് അങ്ങനെ തീർന്നാലോ. പിന്നെ ഇത് വുഡ് ഏരിയ ആണ്, ഇവിടെ വുഡും കിട്ടും. ഇവന്മാരെയാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാരാണ് കുറച്ച് സീൻ. ഈ പന്നികൾ വഴിവെട്ടി കൊടുക്കട്ടെ. നമ്മൾ കയറി വരാൻ. കയറിവാടാ. ഓക്കെ, അത്രേ ഉള്ളൂ. അവന്മാർക്ക് ഡാമേജ് അടിച്ചാൽ അവന്മാരെ തീർക്കടല്ല വന്നിന്. അത്രേ ഉള്ളൂ. അമ്പ് വിടുന്നവന് എല്ലാണ്ണും ഉണ്ട്. ഹലോ, അമ്പ് വിടുന്നവനെ, നിന്നെ എനിക്ക് വേണ്ടേ?
തിരിഞ്ഞോ എല്ലാവരും. ഹലോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഹലോ ഹലോ. എടാ പന്നികൾ വീണ്ടും വരുന്നടാ. അവന്മാരെ ഒന്ന് കൊന്നാണ്ടാ. അവന്മാരുടെ സ്പോണർ. അയ്യോ, വരുന്ന എന്നെ ഉദ്ദേശിച്ചാണ്. ഞാൻ സംഭവം എന്നെ ഒന്ന് എയിം ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ച്. വീണ്ടും പേടിച്ചായി. അമ്പിടുന്ന് അവൻ എയിം ചെയ്യൂലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറയാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് ഓടാം, വേഗം ഓടാം. റെഡി സെറ്റ് ഓൺ യുവർ മാർച്ച്. സെറ്റ് ഗോ. പന്നികളുണ്ട്, കാളപ്പന്നികൾക്ക് പണിയൊന്നുമില്ല. കാളപ്പന്നികൾ താഴെ വേറെ ഭയമുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് താഴോട്ട് കൊണ്ടുവരും. താഴെയുള്ളമാര് സീനെല്ലാം തോന്നും. താഴോട്ട് പോവാം. ഇട്ടുള്ളൂ എണീച്ചവാടെ അങ്ങ് റെക്കോർഡ് ചെയ്യാണ്. എണീച്ചവാടാണ് അറിയുന്നത് സ്കൂളിൽ ലീവാണ്. പിന്നെ ഇന്നലെ ഇത് ബ്ലൂ ബയോമിൽ ഉണ്ടാവുന്ന പൂവാണല്ലോ. എന്തായാലും മരം ചുറ്റി ചുറ്റി ഇറങ്ങുന്നുണ്ട്. ഹെൽത്ത് ഇപ്പോഴേ കളഞ്ഞാൽ ഓക്കെ. നമ്മൾ മരം ചുറ്റി ചുറ്റി താഴെ എത്തിയിട്ടുണ്ട്. ആരൊന്നും ചെയ്യില്ലാന്ന് തോന്നുന്നു. ഹലോ, സുഖാണോ? താഴെ മറ്റ പന്നിണ്ടല്ലോ, എനിക്കിഷ്ടമല്ല. ഞാൻ നമ്മുടെ ഹെൽത്ത് വേഗം കളയും. അത് ഭയങ്കര പണി അവനെ കൊല്ലലും. അവന്മാര് സ്പോൺ ആയിക്കൊണ്ടേയിരിക്കും. വാടാ വാടാ നീ. അയ്യോ, ഒന്നിനാടാ ഞാൻ വിളിച്ചേ. താടുവോ ടാറ്റ. മാരെല്ലാം തീർക്കട്ടെ. അത് അടുത്തവൻ അവിടെ സ്പോണാവുന്നു. കൈ കൊണ്ടെന്ന് തരുവല്ല നമുക്ക് ഈ ആക്സ് വെറുതെ. ഇവനെ നമുക്ക് നമുക്ക് ആവുന്ന സ്ഥലം വേണം. അവിടെ അവൻ്റെ അമ്മമാരുടെ സ്പോണുണ്ട്. അതുകൊണ്ടാണ് അവന്മാർ ഇത്ര പവർഫുള്ളായിട്ട് വീണ്ടും വീണ്ടും നമ്മളെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അവന്മാരുടെ സ്പോണറുണ്ട്. വാവ്, കൊള്ളാലോ. അവിടെ അമ്പന്മാരുണ്ട്. നമ്മളെന്തായാലും വേൾഡിങ് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. മാഗ്മാൻ്റെ ഒരു പെട്ടി അവിടെ. എനിക്ക് വേറെ അവന്മാർ വന്നാൽ മനസ്സില്ല. പന്നികൾ. ഹലോ, സുഖമാണോ? ഓക്കെ, അവന്മാർക്ക് സുഖം. അമ്പുള്ളവന്മാരൊന്നും ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. ചില സമയത്ത് അമ്മക്ക് പ്രാന്തളൊക്കെ വരും. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ ബ്ലൂ ബയോമിൽ എത്തിയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിക്കാണ്ട് ആളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ നമ്പാൻ പറ്റില്ല. നമ്മളങ്ങനെ ഭാഗ്യത്തിൻ്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. എനിക്കതായാലും സന്തോഷം. കണ്ടോ ബ്ലൂ. ഇവിടെയാണ് എൻഡർ ഡ്രാഗൺ ഉണ്ടാവുക. ഇവിടെ നിന്നാണ് എൻഡർ പേൾ അവൻ്റെ അടുത്ത് നിന്ന് എടുക്കുക. എൻഡർ പേൾ എടുത്തിട്ട് അവനും ആ ഒറ്റ ഒന്നുള്ളൂ. എനിക്കിവിടെ ഒറ്റ ഒന്നിനെ കാണുന്നുള്ളൂ. എന്തായാലും വഴി അറിയുന്നതുകൊണ്ട് നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ മരമൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇടുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ. എന്തായാലും ഇവിടെ ഒന്ന് ചുറ്റി കണ്ടിട്ട് പിന്നെ എൻഡർമാനെ കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞു. ശരി, ഇവിടെ ഉണ്ടാക്കുക കൈസാസാണ്. പറയാണ്ടുകൂടി അവൻ്റെ കണ്ണി നോക്കല്ലേ കുട്ടാ. നോക്കിയാൽ പെട്ടെന്ന് വിചാരിച്ചേ.
ഇതാർക്കാ കുഞ്ഞു കുട്ടികൾക്ക് ഇരിക്കാണ്. അറിയാണ്ട് കൂടി അവൻ്റെ കണ്ണിലേക്ക് നോക്കില്ല. പുള്ളിയെ താഴോട്ട് പരമാവധി നോക്കിയിട്ടാണ് ആക്കുന്നത്. അയ്യോ ഇവിടെ ഒന്ന് ഓക്കെ. ഇനി കണ്ണിലേക്ക് നോക്കാം. സുഹൃത്തുക്കളെ സുഖമാണോ? വാ ഓരോരുത്തന്മാരായി വാ. നമ്മൾ അയ്യോ പക്ഷെ എങ്ങനെയാ ഗൈസ് വാട്ട് ഹാപ്പൻഡ്? ഞാൻ എന്തായാലും വീണ്ടും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. എന്തായാലും ഞാൻ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവന്മാരുടെ കണ്ണിലേക്ക് നോക്കണം. കണ്ണട കണ്ണ് കാണിക്കടാ. വാ 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 ഒരുത്തനെത്തി. മാര് വേഗം തീർക്കാൻ വല്ല ഐഡിയ ഉണ്ട്. എന്തായാലും ഒന്നിനെങ്കിലും പോയി എൻ്റർപ്രൈസെങ്കിലും അടിക്കും. നമുക്ക് കിട്ടിയില്ല. ഇതാ കിട്ടിയുള്ളൂ സ്കിന്നുള്ള മണ്ണ്. അത് നല്ലതാണ്. നമുക്ക് സാധാരണ സ്കിന്നുള്ള മണ്ണ് എൻജാൻറ്റ് ചെയ്ത ശവല് വെച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വാടാ. ആ വാ 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 അത്രേ ഉള്ളൂ. കണ്ണി നോക്കണമെന്നില്ല. അവൻ്റെ തലയിലായി നോക്കിയത്. വാ 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 പുറകിലാണ് നിൽക്കുന്നുണ്ടോ? എവിടെ? ആ വാ 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 സുഖല്ലേ? എവിടെ? കാണുന്ന എല്ലാത്തിനെയും വിളിച്ചു വെച്ചിട്ടുണ്ട്. ആരെവിടെ? ഇതും പൊട്ടിക്കാം. അങ്ങനെയാണ് ഇവന്മാരെ ഏത് വന്നാലും അടിക്കാലോ. അവിടെ കുറയാനുണ്ടോ? അവന്മാരെ എല്ലാത്തിൻ്റെ കണ്ണിലേക്ക് നോക്കാം. വാ 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 അടുത്തവനും വാ. ഓക്കെ ചൂട് അവൻ്റെ കണ്ണിലേക്ക് നോക്കട്ടെ. ആ വാ വാ ചൂട്. ഇത് കൊള്ളാട്ടോ. ഇത് കൊള്ളാം. ഇതൊരു ഗെയിം തെറാപ്പിസ്റ്റ് അല്ല എന്തായിരുന്നു ഒരു യൂട്യൂബറിൻ്റെ കണ്ട് മനസ്സിലാക്കിയാണ് ഈ ട്രിക്ക്. നിങ്ങളുടെ തലേൻ്റെ മുകളിൽ വെച്ച ഇവന്മാർക്ക് നീട്ടം കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവന്മാർക്ക് കിടക്കാൻ പറ്റില്ല. ഇവന്മാർ ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റാ. ഒരുത്തൻ ചത്തു. അവൻ്റെ ഇത് മാത്രമേ ടോപ്പായുള്ളൂ. നമുക്ക് ഇവന്മാരെ വന്നിട്ട് റെയറാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ആക്സ് വെച്ച് അടിച്ച് കിട്ടാൻ കല്ലിൻ്റെ അയണിൻ്റെ ആക്സെങ്കിൽ വേണ്ട വരും. മത കണ്ണ് കിട്ടാൻ നമ്മൾ ഇതേപോലെ വീണ്ടും ഒരു ദിവസം വന്നിട്ട് ഇപ്പം മറ്റേ എല്ലാത്തിൻ്റെയും കളി കഴിഞ്ഞില്ലേ? എല്ലാത്തിനെയും തട്ടിയില്ലേ? പറയാൻ പറ്റില്ല എപ്പോഴാണ് അവന്മാർ വരുവാണ്. കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുൾ വ്യൂവിൽ കയറി ഗൈസ്. കിട്ടി ഗൈസ്. ഇത് ഇവിടെ ഒരു എൻ്റർപ്രൈസ് ഗൈസ്. എൻ്റർപ്രൈസ് കിട്ടി ഗൈസ്. നമുക്ക് എങ്ങനെ തിരിച്ചു പോകണം ഗൈസ്. എന്തായാലും ഞാൻ എന്തായാലും ആ എൻ്റർപ്രൈസ് ജസ്റ്റ് എടുക്കാൻ നോക്കട്ടെ. കളക്റ്റാവ് കളക്റ്റായി ബാഡി. ഒറ്റ ഓട്ടത്തിന് നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ എവിടെയായിരുന്നു വന്നേ? അടി സാർ അവരൊന്നും കലിപ്പിലല്ല ഉള്ളത്. കലിപ്പിലാണ് ഇപ്പോഴേ എന്നെ വന്ന് തീർത്തേനെ. നമ്മൾ ഈലിയ വന്ന വഴി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതുവരെ സേഫാണ്. ആ പന്നികൾ അവന്മാരുണ്ട്. സേഫല്ല ഗൈസ്. ഹലോ വാടക കിട്ടേ. ഷീൽഡിൻ്റെ ഹെൽത്ത് നോക്കട്ടെ. ഷീൽഡിൻ്റെ ഹെൽത്ത് ഏകദേശം ഉണ്ട്. എത്ര പന്നികളുണ്ട് നോക്കട്ടെ.
ഒരുത്തനേ ഉള്ളൂ, ഇവൻ നമുക്ക് വേണ്ട. ഫ്രണ്ടാക്കിന്നവൻ ഓൾറെഡി. കുറേ മാരുണ്ട്, ഓടാനും പറ്റില്ല. തോന്നുന്നു ജസ്റ്റ് ഒന്ന് സേഫാണ്. എന്നിട്ട് നമ്മളൊന്ന് ക്രാഫ്റ്റ് ടേബിൾ വെച്ചിട്ട് ഇവിടെ നിന്ന് 2 ആക്സിഡൻ്റ് ആകണം. ഓ നമുക്ക് എൻ്റർപ്രേൾ കിട്ടി. ഗൈസ് ഇവിടെ നെതറിൽ വന്നിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ എൻ്റർപ്രേൾ എടുക്കുന്നത്. റിയലി ലക്ക് മീ. എൻ്റെ അടുത്താണ് ഇപ്പോൾ ലക്കുള്ള. ചറവറ ഉണ്ടാക്കി തോന്നുന്നു, കുറേ ഉണ്ടല്ലോ. മനുഷ്യൻ വരും. എൻ്റർപ്രേൾ ഉണ്ട്, എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുപോകണം. ചാവാണ്ടിരിക്കാൻ ഫുഡ്. 2 ഫുഡുള്ളൂ. ഫുഡുണ്ട് നമ്മളുടെ ഫുഡ് ഇതുണ്ടോ? പന്നീനെ കൊന്നില്ല, പന്നീൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും കല്ലും നമ്മുടെ അടുത്തുണ്ട്. ഒരു ഫർണസ് ഉണ്ടാക്കട്ടെ. വേണം ഫർണസ് വെച്ചു. ഫുഡ് കുക്ക് ചെയ്യാൻ ഇട്ടു. ഇവിടുത്തെ ഫുഡ് വെച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അവിടുത്തെ ഫുഡ് വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കുക്കാവട്ടെ, അത് കുക്കായിട്ട് ഞാൻ കാണിക്കും. ഞാനങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നൈറ്റാണ് ഇവിടെ നൈറ്റാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും വേഗം വീട്ടിൻ്റെ ഉള്ളിൽ കയറണം. അതോ സോംബീസ് കഴുട്ടന്മാരെല്ലാം ഉണ്ട്. സോംബിയൊക്കെ പുറകെ ഉണ്ട്. സ്കെൽട്ടൻ്റെ അമ്പ് കാലിൻ്റെ 2 ഇടയിൽ കൂടെയാണ് പോകുന്നത്. കയറി കിടന്നുറങ്ങി. ഉറങ്ങ് മോൺസ്റ്റേഴ്സ്. ലവന്മാരെയൊക്കെ തീർക്കാം. ഗൈസ് നിങ്ങളിത് കണ്ടോ ഗൈസ്? എനിക്കെന്താ കിട്ടിയതുണ്ടോ ഗൈസ്? ഇരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അവിടെ സേഫാക്കി വെക്കാം. നോക്ക് എൻ്റർപേൾ കിട്ടി ഗൈസ്. ഇങ്ങോട്ട് വാടാ. ആളായി പിറന്നവന്മാർ സോംബിയാണ്. ഇങ്ങോട്ട് വാ. ചെറുങ്ങനെ മുണ്ടി. കത്തി കുറച്ചുകൊണ്ട് മാറിഞ്ഞടാ. ഉറങ്ങാൻ പറ്റാത്ത സോബിക്ക് ഇതിൽ കണ്ടില്ല. ജസ്റ്റ് അയ്യോ ഇഞ്ഞോമാർ ഇവൻ്റെ അടുത്ത് നമുക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അറിയാണ്ട് അടിച്ചു പോയി. അറിയാണ്ടല്ല, കുറച്ച് അറിഞ്ഞാണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്ക്. ഇതൊക്കെ റെയർ സാധനമാണ്, ഒന്നും വെക്കാൻ പറ്റില്ലേ. എനിക്ക് എങ്ങനെയും കിടന്നുറങ്ങണം വേണം. രാവിലെ ആയോ? രാവിലെ ആയിക്കൊണ്ടിരിക്കുന്നത്. വന്നില്ല. 2 തീർത്തുണ്ട്. രാവിലെ ആയി ഗൈസ് ഓൾറെഡി. നമ്മൾ പിന്നെന്തിനാ മേടിക്കുന്നത്? ഏതായാലും ഒരു ക്രീപ്പർ മാമ എങ്ങനെയാണ് നോക്കണ്ടേ? എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെത്തണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നെതർ പോർട്ടലിൽ കൂടെ നെതറിൽ പോയി.
എൻ്റർമാനൊക്കെ ഒന്ന് എൻ്റർപാളെടുത്ത് വാർഡനെ കാണിച്ച് ഞങ്ങളെല്ലാവരും എല്ലാം കണ്ട് നമ്മളിന്ന് നല്ല രീതിക്കുള്ളൊരു എപ്പിസോഡായിരുന്നു. എല്ലാവരും ചാനൽ സബ് ചെയ്ത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇങ്ങനത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വെറൈറ്റി കണ്ടൻ്റായിട്ട് ഞാൻ വരുന്നതാണ് ഗൈസ്. ഇപ്പോൾ എല്ലാവരും സബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.